റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ആ ഒരു റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്ന പാർട്ടിൽ വരുന്ന വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ, അതേപോലെ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്ന പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയർലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പ് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത റേഷ്യോ അനാലിസിസിലെ എല്ലാ ക്ലാസ്സുകളും കൃത്യമായി വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ഈ ക്ലാസ്സുകൾ കാണുക. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2023 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആദ്യം നമ്മൾ നോക്കുന്നത്. 21 ഫ്രം ദി ഫോളോയിങ് ഡീറ്റെയിൽസ് കാൽക്കുലേറ്റ് ഫിക്സ്ഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഡ്യൂറിങ് 2022 6 lakh ആണ്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത് നെറ്റ് സെയിൽസ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. നെറ്റ് സെയിൽസ് ആണ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ 6 lakh. ഫിക്സ്ഡ് അസറ്റ് 2 lakh, കറണ്ട് അസറ്റ് 3 lakh, കറണ്ട് ലാബിലിറ്റീസ് 2 lakh. ഇങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഫിക്സ്ഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? ഫിക്സ്ഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ നെറ്റ് ഫിക്സ്ഡ് അസറ്റ് ആണ്. അത് നെറ്റ് സെയിൽസ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആണ്. നെറ്റ് സെയിൽസ് 6 lakh ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നെറ്റ് ഫിക്സ്ഡ് അസറ്റും 2 lakh ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ 6 lakh ഡിവൈഡ് ബൈ 2 lakh 6 ടൈംസ് എന്ന് ആൻസർ കിട്ടും. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? നെറ്റ് സെയിൽസ് ഡിവൈഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലാബിലിറ്റി ആണ്. 3 lakh മൈനസ് 2 lakh 1 lakh എന്ന് കിട്ടും. ഇപ്പോൾ ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ 6 lakh ഡിവൈഡ് ബൈ 1 lakh ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 6 ടൈംസ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ. ഇനി 2018 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്യാഷ് 20,000, ബിൽസ് റിസീവബിൾ 10,000, സൺഡ്രി ഡെപ്റ്റേഴ്സ് 50,000, സ്റ്റോക്ക് 40,000, സൺഡ്രി ക്രെഡിറ്റേഴ്സ് 60,000, കോസ്റ്റ് ഓഫ് സെയിൽസ് 7,50,000. കാൽക്കുലേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞത് നെറ്റ് സെയിൽസ് ഡിവൈഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. പക്ഷേങ്കിൽ ചില ക്വസ്റ്റ്യനിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ് തരുന്നതെങ്കിൽ നമ്മൾ അവിടെ ഇക്വേഷൻ കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന ഇക്വേഷൻ എടുത്താൽ മതി. ഇവിടെ കറണ്ട് അസറ്റുകൾ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. കറണ്ട് അസറ്റുകൾ ഏതൊക്കെ വരും? ക്യാഷ്, ബിൽസ് റിസീവബിൾ, സൺഡ്രി ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്. ഇതിനെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1,20,000 എന്ന് കിട്ടും. ഇനി കറണ്ട് ലാബിലിറ്റി ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ, ക്രെഡിറ്റേഴ്സ് മാത്രം 60,000. ഇപ്പോൾ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലാബിലിറ്റി കുറച്ചാൽ കിട്ടുന്നതാണ്. 1,20,000 മൈനസ് 60,000, 60,000 വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് കിട്ടും. ഇപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ നമ്മൾ കോസ്റ്റ് ഓഫ് സെയിൽസ് എടുക്കുന്നു. ഇവിടെ സെയിൽസ് തരാത്തത് കൊണ്ട് 7,50,000 ഡിവൈഡ് ബൈ 60,000 ആൻസർ എത്ര കിട്ടും? 12.5 ടൈംസ് എന്ന് ആൻസർ കിട്ടും. ഓക്കെ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ. സെയിൽസ് 1,43,750, സെയിൽസ് റിട്ടേൺ 3,750, കറണ്ട് അസറ്റ് 50,000, കറണ്ട് ലാബിലിറ്റി 30,000. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ നെറ്റ് സെയിൽസ് നമ്മൾ കണ്ടെത്തണം. നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത് റിട്ടേൺ കുറച്ചാൽ കിട്ടുന്നതാണ്. 1,43,750 നിന്ന് റിട്ടേൺ മൈനസ് ചെയ്യുന്നു. അപ്പോൾ 1,40,000 എന്ന് കിട്ടും. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലാബിലിറ്റി കുറച്ചാൽ കിട്ടുന്നതാണ്. 50,000 മൈനസ് 30,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 20,000 എന്ന് കിട്ടും. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു 1,40,000 ഡിവൈഡ് ബൈ 20,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 7 ടൈംസ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ. ഇനി ഇതേപോലെ തന്നെ വേറൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിട്ടുള്ളത്. കാൽക്കുലേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഫ്രം ദി ഫോളോയിങ്. സെയിൽസ് 2,87,500, സെയിൽസ് റിട്ടേൺ 7,500, കറണ്ട് അസറ്റ് 1 lakh, കറണ്ട് ലാബിലിറ്റി 60,000. ഇതിനെ ജസ്റ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്താൽ മതി. ഓക്കെ. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്ന ഒരു പാർട്ടാണ്. 2019 22ാമത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. ഫ്രം ദി ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് കാൽക്കുലേറ്റ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. ഓപ്പണിംഗ് സ്റ്റോക്ക് 1,60,000, പർച്ചേസസ് 4,80,000, കേരേജ് ഓൺ പർച്ചേസ് 40,000, സെയിൽസ് 8 lakh, ക്ലോസിംഗ് സ്റ്റോക്ക് 1,20,000. ഇത്രയുമാണ് തന്നത്. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡ് ബൈ ആവറേജ് സ്റ്റോക്ക് ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണുക എങ്ങനെയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ്. അതായത് ഇവിടെ കേരേജ് ആണ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇപ്പോൾ 1,60,000 പ്ലസ് 4,80,000 plus 40,000 minus 1,20,000 that is equal to 6,80,000 minus 1,20,000 5,60,000 എന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. ഇനി ആവറേജ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിങ്ങും ക്ലോസിങ്ങും അതിനെ രണ്ടിനെ ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 10,000 plus 20,000 ഡിവൈഡ് ബൈ 2 30,000 ഡിവൈഡ് ബൈ 2 15,000 എന്ന് ആൻസർ കിട്ടും.
അപ്പോൾ ഇവിടെ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോയുടെ ഇക്വേഷനിലേക്ക് കൊടുക്കുന്നു. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 5,60,000 ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക് 15,000, ദാറ്റ് ഈസ് 37.33 ടൈംസ് എന്നുള്ള രൂപത്തിൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇതേപോലെ തന്നെയുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫ്രം ദി ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് കാൽക്കുലേറ്റ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് 8,000, പർച്ചേസസ് 24,000, കാരേജ് ഓൺ പർച്ചേസ് 2,000, സെയിൽസ് 40,000, ക്ലോസിംഗ് സ്റ്റോക്ക്. നിങ്ങൾ ഇതേപോലെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദി ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് കാൽക്കുലേറ്റ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. ഓപ്പണിംഗ് സ്റ്റോക്ക് 16,000, പർച്ചേസസ് 48,000, കാരേജ് ഓൺ പർച്ചേസ് 4,000, സെയിൽസ് 80,000, ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് 12,000. ഇതും ഒരു പ്രീവിയസ് ഇയർലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി മറ്റൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. 2021 18ാമത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ 6 lakh. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ 6 times ആണ് തന്നിട്ടുണ്ട്. ഇനി ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഈഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് 10,000 ലെസ് ദാൻ ദി ക്ലോസിംഗ് സ്റ്റോക്ക്. ഇവിടെ പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ ആണ് കണ്ടെത്തേണ്ടത്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്കിനേക്കാളും 10,000 കുറവാണെന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്ന ഇക്വേഷനിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ആവറേജ് സ്റ്റോക്കിൻ്റെ വാല്യൂ കിട്ടും. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ഇവിടെ 6 ആണ്. ദെൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡ് ബൈ ആവറേജ് സ്റ്റോക്ക് ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്? 6 lakh ആണ്. കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ, അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് 6 lakh ആണ്. ഡിവൈഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. അപ്പോൾ ആവറേജ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു 6 lakh ഡിവൈഡ് ബൈ 6. അതായത് എന്ത് ചെയ്യുന്നു? 6നെ നമ്മൾ സമത്തിൻ്റെ അപ്പുറം എടുക്കുന്നു. ആവറേജ് സ്റ്റോക്ക് അപ്പുറം എടുത്തു കഴിഞ്ഞാൽ 6 lakh ഡിവൈഡ് ബൈ 6 1 lakh എന്ന് കിട്ടും ആവറേജ് സ്റ്റോക്ക്. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്കിനേക്കാളും 10,000 കുറവാണ്. അപ്പോൾ ആവറേജ് സ്റ്റോക്കിൻ്റെ കൂടെ നമ്മൾ ഈ 10,000ൻ്റെ ഹാഫ് എന്ത് ചെയ്യുക? ഹാഫ് ഡിഫറൻസ് ഉണ്ടാവില്ലേ, അത് നമ്മൾ മൈനസ് ചെയ്യുക. കുറവാണെന്ന് പറയുമ്പോൾ അതിനെ മൈനസ് ചെയ്യുക ആവറേജ് സ്റ്റോക്കിൽ നിന്നും. ഇപ്പോൾ 1 lakh ആണ് ആവറേജ് സ്റ്റോക്ക്, അതിൽ നിന്നും ഹാഫ് ഓഫ് 10,000 മൈനസ് ചെയ്യുന്നു. അതായത് 1 lakh മൈനസ് 5,000 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 95,000 എന്ന് കിട്ടും. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇവിടെ എന്തായിരിക്കും? 95,000 ആയിരിക്കും. അപ്പോൾ ഇതിനേക്കാളും 10,000 കൂടുതലാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുള്ളതാണ്. 10,000 കുറവാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് 10,000 കൂടുതലായിരിക്കും. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ എത്രയായിരിക്കും? ഇവിടെ 1,05,000 ആയിരിക്കും ക്ലോസിംഗ് സ്റ്റോക്ക് വരുന്നത്. ഇപ്പോൾ 1,05,000 95 കൂട്ടി കഴിഞ്ഞാൽ 2 ലക്ഷം കിട്ടും. 2 ലക്ഷത്തിൻ്റെ പകുതിയാണ് 1 lakh ആവറേജ് സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ അതൊന്നും നോക്കണ്ട. ഇവിടെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആവറേജ് സ്റ്റോക്കിൽ നിന്നും 10,000ൻ്റെ പകുതി മൈനസ് ചെയ്യുക, ഹാഫ് ഓഫ് ഡിഫറൻസും എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ഇൻവെൻട്രി ഇൻ ദി ബിഗിനിങ് ആൻഡ് അറ്റ് ദി എൻഡ്. ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ 3 times ആണ്. കോസ്റ്റ് ഓഫ് റവന്യൂ ഫോർ ഓപ്പറേഷൻ 2,40,000 ആണ്. ഇൻവെൻട്രി ഇൻ ദി ബിഗിനിങ് എത്രയാണ്? 20,000. മോർ ദാൻ ദി ഇൻവെൻട്രി ഇൻ ദി എൻഡ് ആണ്. നേരത്തെ പറഞ്ഞ ലെസ് ദാൻ ആയിരുന്നു, ഇവിടെ മോർ ദാൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്കിനേക്കാളും 20,000 കൂടുതലാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നാണ് പറയുന്നത്. 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 28ാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇപ്പോൾ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡ് ബൈ ആവറേജ് സ്റ്റോക്ക് 3 ആണ് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ. 2,40,000 ആണ് കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ തന്നത്, ഡിവൈഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. അപ്പോൾ ആവറേജ് സ്റ്റോക്ക് നമുക്ക് 2,40,000 ഡിവൈഡ് ബൈ 3 80,000 എന്ന് കിട്ടും. ഇനി നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് കാണാൻ 80,000 പ്ലസ് നേരത്തെ നമ്മൾ മൈനസ് ആയിരുന്നു ചെയ്തത്. ആവറേജ് സ്റ്റോക്കിൻ്റെ കൂടെ ഇവിടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. എന്ത്? ഹാഫ് ഓഫ് ദി ഡിഫറൻസ്, അതായത് 20,000ൻ്റെ പകുതി 10,000, അതായത് 90,000 എന്ന് കിട്ടും. ഇപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇവിടെ എത്രയായിരിക്കും? 90,000 ആയിരിക്കും. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മളോട് ചോദിക്കുന്നുണ്ട് എത്രയാണെന്നുള്ളത്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്താണ്? 90,000 നിന്നും 20,000 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും ക്ലോസിംഗ് സ്റ്റോക്ക്. കാരണം ഇവിടെ 20,000 കൂടുതലാണ്, ക്ലോസിംഗ് സ്റ്റോക്കിനേക്കാണ് 20,000 കൂടുതലാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്ന് 20,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇനി ഇവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. രാം ആൻഡ് കമ്പനി സപ്ലൈ യു ദി ഫോളോയിങ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദി ഇയർ എൻഡഡ് 31st December 2018. ക്യാഷ് സെയിൽസ് 80,000, ക്രെഡിറ്റ് സെയിൽസ് 2 lakh, റിട്ടേൺ ഇൻവേർഡ് 10,000, ഓപ്പണിംഗ് സ്റ്റോക്ക് 25,000, ക്ലോസിംഗ് സ്റ്റോക്ക് 30,000, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ 25%. ഫൈൻഡ് ഔട്ട് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നേരത്തെ നമ്മൾ വർക്കൗട്ട് ചെയ്തതാണ് ഓൾറെഡി ഇതേപോലെയുള്ള ഒരു ക്വസ്റ്റ്യനെ.
ഇതേ മോഡൽ ക്വസ്റ്റ്യന്. അതായത് ഇവിടെ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഇത് രണ്ടും ഒന്നാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡ് ബൈ ആവറേജ് സ്റ്റോക്ക് ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാൻ നെറ്റ് സെയിൽസ് നിന്നും ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ചെയ്താൽ മതി. നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 80,000 പ്ലസ് 2 lakh മൊത്തം സെയിൽസ് വരുന്നത്. അതായത് ക്യാഷ് സെയിൽസും ഉണ്ട്, ക്രെഡിറ്റ് സെയിൽസും ഉണ്ട്. ഇപ്പോൾ 2,80,000 ആണ് എന്ത് വരുന്നത്? ടോട്ടൽ സെയിൽസ് വരുന്നത്. അതിൽ 10,000 കുറക്കുന്നു, അപ്പോൾ 2,70,000 എന്ന് കിട്ടും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നുള്ളത് എന്തായിരിക്കും? 2,70,000 നിന്നും ഗ്രോസ് പ്രോഫിറ്റ് കുറക്കുക, 25% ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ നമുക്ക് 2,02,500 എന്ന് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതേപോലെ ആവറേജ് സ്റ്റോക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് 25,000 പ്ലസ് 30,000 ഡിവൈഡ് ബൈ 2, അതായത് 55,000 ഡിവൈഡ് ബൈ 2 27,500 എന്ന് കിട്ടും. അപ്പോൾ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ നമ്മൾ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു. 2,02,500 ഡിവൈഡ് ബൈ 27,500 7.3 ടൈംസ് എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഇതേ രൂപത്തിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. മാക്സിമം നിങ്ങൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ, വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്ന പാർട്ടുമായിട്ടുള്ളതാണ്. അതേപോലെ ഫിക്സ്ഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്ന പാർട്ടുകളാണ് ഡിസ്കസ് ചെയ്തത്. ബാക്കി പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്